ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശിവൻ്റെയും പാർവതിയുടെയും ആ ഒരു സ്റ്റോറി പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ എന്തായാലും അതൊന്ന് കാണാം. അതിനുശേഷം ഇത് കാണുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിൽ ഞാൻ അവസാനിപ്പിച്ചത് സതിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ശിവനോട്. അങ്ങനെ ആ ദേഷ്യം പതിയെ പതിയെ മാറി ശിവൻ്റെ ഓരോ പ്രവൃത്തികൾ കണ്ടിട്ട് സതിക്ക് ശിവനോട് ഇഷ്ടമായി തുടങ്ങി. ശിവൻ നല്ല ആളാണെന്ന് മനസ്സിലായി തുടങ്ങി. ചിലർ പറയാ മെയിനായിട്ടുള്ള കാരണം പാലാഴി കടയുമ്പോൾ സതി കണ്ടിട്ടുണ്ട് ഈ ശിവൻ ഇങ്ങനെ സഹായിക്കുന്നതും. അതൊക്കെ കണ്ടിട്ടാണ് സതിക്ക് മെയിനായിട്ട് ശിവനോട് നല്ല ആളാണ് ഇഷ്ടമായി തുടങ്ങിയതൊക്കെ എന്ന് പറയും. ചിലർ പറയും പാർവതിയുള്ള സമയത്താണ് പാലാഴി കടഞ്ഞിട്ടുള്ളതെന്ന്. എന്നാൽ എനിക്ക് മനസ്സിലായതിൽ വെച്ചിട്ട് സതിയുള്ള സമയത്താണ് പാലാഴിയുടെ പാലാഴി മദനം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിനെപ്പറ്റിയും കുറച്ച് മനസ്സിലാവുമല്ലോ. ഒരിക്കൽ ദുർവാസാവ് എന്ന് പറഞ്ഞാൽ ഒരു മഹർഷിയാണ് കേട്ടോ. വിദ്യാധര സ്ത്രീകൾ പാരിജാതമായിട്ടൊരു മാല കൊടുത്തിട്ടുണ്ടായിരുന്നു. തനിക്ക് ഈ മാലയുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ മാല ദുർവാസാവ് ഇന്ദ്രന് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ മേലെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാല നല്ല ഇതിൽ സുന്ദരക്കുട്ടപ്പനായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു മാല ഐരാവതത്തിൻ്റെ മേലെ വെച്ചിട്ട് തൻ്റെ മുടിയൊക്കെ ഈരി നല്ല ഇതാക്കായിരുന്നു മാല ഇടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഈ പൂക്കളുടെ വാസന കേട്ടിട്ട് കുറേ ജീവികൾ ഐരാവതത്തിൻ്റെ മേലെ നടക്കുന്നുണ്ടായി, കുഞ്ഞു കുഞ്ഞു ജീവികൾ. ഐരാവതത്തിന് അത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത പോലെയായി തുടങ്ങി. ദുർവാസാവ് മഹർഷിയുടെ മുന്നിൽ വെച്ച് തന്നെ ഐരാവതം ആ മാല തന്നെ തുമ്പിക്കൈ വെച്ചിട്ട് താഴേക്കിട്ടിട്ട് കാലോണ്ട് ചവിട്ടി അമർത്തി. അത് ദുർവാസാവിന് ഭയങ്കരമായിട്ട് കോപം ഉണ്ടാക്കി. ദുർവാസാവ് ഇന്ദ്രനും അവിടെ ഉണ്ടായ മറ്റ് എല്ലാ ദേവന്മാർക്കും കൂടിയായിട്ട് ശാപം നൽകി. എല്ലാ ഐശ്വര്യവും സമ്പത്തും എല്ലാം പോട്ടേന്നും പിന്നെ ജരാനര ബാധിക്കട്ടെ എന്നും പറഞ്ഞു. ജരാനര എന്ന് വെച്ചാൽ വയസ്സാവുന്നപ്പോൾ നമുക്ക് നരച്ച മുടി വയസ്സാവണതും ശക്തി ഇല്ലാണ്ടും അങ്ങനെയൊക്കെ ഇല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഇതിന് പരിഹാരമായി കുറേ ദുർവാസാവിനോട് ചോദിച്ചിട്ട് അവസാനം ദുർവാസാവ് മാർഗവും പറഞ്ഞു കൊടുത്തു. ഇന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഈ ഒരു ശാപം കേട്ടപ്പോൾ. അമൃത് കുടിക്കുന്നതാണ് ഇതിനുള്ള ഏക വഴിയെന്ന് ദുർവാസാവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് നേരെ പോയി മഹാദേവൻ്റെ അടുത്ത് പറയുകയും മഹാദേവൻ അസുരന്മാരും കൂടെ കൂട്ടുന്നതാണ് നല്ലതെന്ന് പറയുകയും ചെയ്തു. മഹാദേവൻ അങ്ങനെ വേർതിരിവൊന്നുമില്ല, അസുരന്മാരിലും ദേവന്മാരിലും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ ആയതുകൊണ്ടാണ് അസുരന്മാരുടെ ശക്തിയും ഇതിലാവശ്യമാണ്. കാരണം ദേവന്മാരുടെ ശക്തി ഭയങ്കരമായിട്ട് കുറയുകയായിരുന്നു. അങ്ങനെ അമൃതിൻ്റെ പാതി അവർക്കും കൊടുക്കാന്ന് പറഞ്ഞ് അവരും വന്നു. മദനത്തിന് കടക്കോലായി മന്ദര പർവ്വതത്തെ ഉപയോഗിച്ചു. കെയറായി വാസുകിയെയും. ശിവന്റെ കഴുത്തിലുള്ള പാമ്പാണ് കേട്ടോ വാസുകി. അങ്ങനെ ഇവര് മദനം തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ കുറേ ദിവ്യമായ വസ്തുക്കൾ പുറത്തു വന്നു. കുറേ അപ്സരസുകൾ പുറത്തു വന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വാസുകിക്ക് അസ്വാരസ്യം വന്നു, ഛർദിച്ചു. അങ്ങനെ കാളകൂട വിഷം മദനത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തു വന്നു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരുമായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷം എല്ലായിടത്തും ലോകത്ത് മുഴുവനും ആവാൻ തുടങ്ങി, മൊത്തം പരക്കാൻ തുടങ്ങി ലോകം മൊത്തം. മറ്റൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, മഹാദേവൻ. വിഷ്ണുവിൻ്റെ ശംഖ് വെച്ചിട്ട് ഈ ഒരു മൊത്തം കാളകൂടം കുടിക്കാൻ തുടങ്ങി. ഭയങ്കര വലിയ വിഷമാണിത്. ആർക്കും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു വിഷമാണിത്. ഈ കാളകൂടം മൊത്തം ശിവൻ കുടിച്ചു. ഇവനാകെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് ബോധം നഷ്ടപ്പെടുന്ന പോലെ ആയി തുടങ്ങി. അത് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു നാരദ മഹർഷി പറഞ്ഞിട്ട്. ഇതിനു മുമ്പായ ഒരു കാര്യമുണ്ട്. ഈ പർവ്വതം പതുക്കെ ഈ ഒരു വലിക്കുന്നതിൻ്റെ ഇടയിൽ താഴെ വീഴാൻ പോലെ ആയിട്ട് തുടങ്ങി. ഇതാകെ ചെരിഞ്ഞു തുടങ്ങി. അപ്പോൾ വിഷ്ണു തൻ്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം എടുത്ത് ഈ ഒരു അടിയിലേക്ക് പോയിട്ട് ഈ ഒരു പർവ്വതത്തെ നേരെയായിട്ട് നിർത്തി. ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു കാളകൂട വിഷം ശിവൻ കുടിച്ചത്. അങ്ങനെ ശിവൻ നിലത്തേക്ക് വീണിട്ട് ഈ ഒരു വിഷം ശരീരത്തിന് ഉള്ളിലേക്ക് കടക്കണേക്കാളും മുമ്പ് തന്നെ സതി ഓടി വന്നു. ഇതിൻ്റെ ഇടയിൽ ദക്ഷൻ തൻ്റെ ആളുകളെ വെച്ച് തടയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷം ഉള്ളിലേക്ക് ഇറങ്ങണേക്കാളും മുമ്പ് സതി കഴുത്തിൻ്റെ അവിടെ കൈവച്ച് പിടിച്ചു, ഈ ഒരു വിഷം ശരീരത്തിന് ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ. പിന്നെ ചിലർ പറയുന്നുണ്ട് വിഷ്ണു വായ പൊത്തി പിടിച്ചിട്ടുണ്ട്, പുറത്തേക്കും വിഷം പോകാണ്ടിരിക്കാൻ. അങ്ങനെ രണ്ടുപേരും രണ്ടിടത്ത് പിടിച്ച കാരണം വിഷം കഴുത്തിൽ തന്നെ അങ്ങനെയായി നിന്നു. കഴുത്ത് മൊത്തം ഒരു നീല കളറായി. അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്നുള്ള പേര് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ എല്ലാവരും ശിവന് വേണ്ടി പ്രാർത്ഥിക്കും.
അവൻ്റെ ബോധം ചെറുതായിട്ടൊന്ന് ശിവൻ ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് അവിടെ ചാരി നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ സതീനെ വേഗം ദക്ഷൻ വലിച്ചുകൊണ്ട് പോകും. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം കൊണ്ടുപോകും. അങ്ങനെ സതി ശിവന് വേണ്ടിയിട്ട് കുറേ നിറച്ച് കുടം മൊത്തം വെള്ളം നിറച്ചിട്ട് ശിവലിംഗത്തിന് മേലെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. സതി അങ്ങനെ അവസാനം തളർന്ന് വീഴും, അത്രയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കും. അസുരന്മാരും ദേവന്മാരൊക്കെ ശിവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ശിവൻ വീണ്ടും ഉണർന്ന് പഴയ പോലെയാവും. അങ്ങനെ ഇതിന് ശേഷം വീണ്ടും അവര് മദനം തുടരും. അങ്ങനെ അവസാനം ധന്വന്തരി ദേവൻ അമൃതുമായി പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഈ അമൃത് ദേവന്മാർക്കും അസുരന്മാർക്കും കൊടുക്കും. പിന്നെ ലാസ്റ്റ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇത് ശിവന് ശക്തിന് സ്റ്റോറിയല്ലേ, അതുകൊണ്ടാണ് പറയാത്തത്. പാർട്ട് 3 ആയിട്ട് കാണാം. ബൈ.